ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡ്രസ്സ് തയ്ക്കാൻ പോവുകയാണ്. എനിക്കും കാത്തൂനുമാണ് നമ്മൾ തയ്ക്കുന്നത്. ഞാൻ ഒരു അംബ്രല്ല മോഡൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അളവിൽ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ഇതാണ് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അതിൽ ട്രേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇച്ചിരി ടഫായിരുന്നു കട്ടിങ്. ഞാൻ ആദ്യമായിട്ടാണ് അംബ്രല്ല ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. അതൊരു വിധത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആ മെയിൻ ഫാബ്രിക്കിലോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ രണ്ടടുപ്പൊന്നും അടിക്കുന്നില്ല. ലൈനിങ്ങിന് ഞാൻ ഒരടുപ്പേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അംബ്രല്ല ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഞാൻ ഉടുപ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ചെയ്തിട്ടുള്ളത് ടോപ്പാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്രോക്കായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കാത്തൂനും എനിക്കും കൂടി കോംബോ ഹൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ ഡ്രസ്സ് തയ്ക്കുന്നത്. ഇതിന് ഫ്രില്ലൊന്നും കൊടുക്കുന്നില്ല. അംബ്രല്ല ആയതുകൊണ്ട് ഫ്രില്ല് കൊടുത്താൽ മെനകേടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഫ്രില്ലൊന്നും അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം ലൈനിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീളക്കൂടുതൽ അറിയാമല്ലോ, അംബ്രല്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടുതലാണ്. അപ്പോൾ കുറേ ടൈം എടുത്തു. അത് കഴിഞ്ഞ് യോക്ക് ഭാഗം നമ്മൾ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാനിതിൽ കഴുത്ത് വെച്ചേക്കുന്നത് സ്ക്വയർ നെക്കാണ്. വി നെക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വി ഇതായില്ല. അതുകൊണ്ട് ഞാൻ സ്ക്വയർ നെക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ നെക്കൊക്കെ ഹെമ്മ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടല്ല, അത് മെഷീൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഹെമ്മ് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാത്തൂൻ്റെ ഡ്രസ്സാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ അത്ര ഞാൻ എടുത്തു. ഇത് കാത്തൂൻ്റെ ഡ്രസ്സാണ്. കാത്തൂൻ്റെ ഡ്രസ്സിൻ്റെ ഇതാണ് നമ്മൾ ഹെമ്മ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. കാത്തൂന് എന്തിനാണ് വെറുതെ ലൈനിങ് ഓർത്താണ് ലൈനിങ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് രണ്ട് യോക്ക് ഭാഗവും കൂടി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം അവന് ആ മെയിൻ ഫാബ്രിക് കുറച്ച് തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി ലൈനിങ് കൂടി വെച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ മെയിൻ ഭാഗം ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ പീസായിട്ടാണ് നമ്മൾ അവന് കട്ട് ചെയ്തിട്ടുള്ളത്. അവന് അംബ്രല്ലയൊന്നുമല്ല, നോർമൽ ഒരു ഫ്രോക്കാണ്. സ്ക്വയർ പീസിലാണ് നമ്മൾ. അവന് ഇച്ചിരി പ്ലീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവന് പ്ലീറ്റ് ഇട്ടില്ലെങ്കിൽ മെനകേടാവൂലേ, കുഞ്ഞല്ലേ അവന് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്താണ് നമ്മൾ അവൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഡ്രസ്സ് തയ്ക്കുന്നതും അല്ലാതെ ക്രാഫ്റ്റ് അങ്ങനെ എല്ലാ വീഡിയോസും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കാത്തപ്പൻ്റെ ഡ്രസ്സിൻ്റെ സ്കേർട്ട് ഭാഗം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. അവൻ്റെ ഡ്രസ്സ് ഇതാണ്. അവൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ. പിന്നെ നമ്മൾ അവനൊരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ബോയും ഒരു വള്ളി തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ബോ. അപ്പോൾ അവൻ്റെ ക്യൂട്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് അവൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അവൻ്റെ പോലെ തന്നെ ഒരു ബോ എനിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ഭാഗത്തൊരു കുഞ്ഞു ബോയും കൂടി എനിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ കാത്തപ്പൻ്റെ ഡ്രസ്സാണിത്. അവനിച്ചിരി ലൂസായിരുന്നു, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.